ഹായ്, എല്ലാവർക്കും മാമ ടോക്സിലേക്ക് സ്വാഗതം. പ്രഗ്നൻസി, മദർഹുഡ്, പാരൻറ്റിങ്, ന്യൂബോൺ കെയർ, ടോഡർ കെയർ ഇതൊക്കെ ആയിരിക്കും ഈ ചാനലിലെ ടോപ്പിക്സ്. ഇതിനെക്കുറിച്ചൊക്കെ അറിയാൻ താല്പര്യമുള്ളവർ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ ബെൽ ബട്ടൺ എനാബിൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ന്യൂ വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷനും കിട്ടുന്നതായിരിക്കും. ചെറിയ വീഡിയോ ആണ് ഇന്നത്തെ, ലെങ്ത് വളരെ കുറവാണ്, അപ്പം സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കാണാൻ ശ്രമിക്കണേ. വളരെ നേരത്തെ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്താൽ റിസൾട്ട് ചിലപ്പം നെഗറ്റീവായിട്ട് കാണിക്കും. പക്ഷേ ഈ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ബോഡി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് പ്രഗ്നൻ്റ് ആണോ അല്ലയോ എന്ന്. അതെങ്ങനെയാണ് എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കാൻ പോകുന്ന വിഷയം. അതായത് ഏർലി സിംറ്റംസ് ഓഫ് പ്രഗ്നൻസി. ആദ്യമേ പറയട്ടെ, ഓരോ ആളുകളുടെയും ബോഡി വ്യത്യസ്തമാണ്. അതുകൊണ്ട് തന്നെ ഇതെല്ലാവരിലും ഒരുപോലെ ആയിരിക്കണമെന്നില്ല. എങ്കിലും പൊതുവെ കാണുന്ന ലക്ഷണങ്ങളാണ് പറയാൻ പോകുന്നത്. ഫസ്റ്റ് വീക്കിൽ അല്ലെങ്കിൽ സെക്കൻഡ് വീക്കിൽ ബോഡി മാറ്റങ്ങൾ കാണിച്ചു തുടങ്ങും, ഫിസിക്കലായിട്ടും ഇമോഷണലായിട്ടും. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ എല്ലാവരും വ്യത്യസ്തരായതുകൊണ്ട് എല്ലാ സിംറ്റംസും എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല. മിസ്ഡ് പീരീഡ്, അതായത് പീരീഡ്സിൻ്റെ ഡേറ്റ് ആയിട്ടും പീരീഡ്സ് ആവാത്തതാണ് പൊതുവെ പ്രഗ്നൻസിയുടെ സിംറ്റമായിട്ട് പറയുന്നത്, അല്ലേ? ഇത് പീരീഡ്സ് ഇറഗുലർ ആയവർക്ക് അക്യുറേറ്റ് ആവണമെന്നില്ല. അല്ലാത്തവർക്ക് പീരീഡ്സ് ഡേറ്റ് ആയിട്ടും പീരീഡ്സ് ആവാത്തത് ആണ് പ്രഗ്നൻസിയുടെ ആദ്യ ലക്ഷണമായിട്ട് പൊതുവെ പറയുന്നത്. പക്ഷെ അതിനു മുമ്പേ ബോഡി കാണിക്കുന്ന ലക്ഷണങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്നല്ലേ? അതിലൊന്നാമത്തത് ലൈറ്റ് സ്പോട്ടിങ്, അതായത് ഇംപ്ലാന്റേഷൻ ബ്ലീഡിംഗ് എന്നാണ് ഇതിന് പറയുന്നത്. യൂഷ്വലി ഉള്ള നമ്മുടെ പീരീഡ്സ് ബ്ലഡിനേക്കാളും ലൈറ്റ് കളറിൽ, അതായത് ലൈറ്റ് പിങ്ക് പോലെ ലൈറ്റ് ബ്രൗൺ ആയിട്ടൊക്കെ വളരെ കുറച്ചളവിൽ ഒരു സ്പോട്ടിങ് കാണാം. 1-2 ദിവസത്തിൽ കൂടുതൽ ഇത് കാണിക്കില്ല. ഇതാണ് ഇംപ്ലാന്റേഷൻ ബ്ലീഡിംഗ് അഥവാ ലൈറ്റ് സ്പോട്ടിങ്. ഇതാണ് ഒരു ലക്ഷണം. അടുത്തതാണ് ക്രാമ്പിംഗ്. PMS ഉള്ളവർക്കറിയാം, പീരീഡ്സിന് മുമ്പായിട്ടും അല്ലെങ്കിൽ ഡ്യൂറിങ് പീരീഡ്സും ഒക്കെ വളരെ സിവിയറായിട്ട് ക്രാംസ് ഫീൽ ചെയ്യുന്നവരുണ്ട്. പക്ഷെ ഇത് അത്രയുമില്ല, മൈൽഡാണ്. മൈൽഡ് ക്രാംസ് ഫീൽ ചെയ്യും. ഇത് യൂട്രസ് സ്ട്രെച്ച് ചെയ്യാൻ തുടങ്ങുന്നതിൻ്റെ അസ്വസ്ഥതയാണ്. അടുത്തൊരു ലക്ഷണമാണ് ക്ഷീണം. വല്ലാതെ ക്ഷീണം അനുഭവപ്പെടും. ഇത് ഹോർമോണൽ ചേഞ്ചസ് കൊണ്ട് ഉണ്ടാവുന്നതാണ്. പ്രൊജസ്ട്രോൺ എന്ന ഹോർമോണിൻ്റെ വർധനവാണ് ഈ ക്ഷീണത്തിന് കാരണമാവുന്നത്. നന്നായി രാത്രി ഉറങ്ങിയാലും രാവിലെ എണീക്കുമ്പോൾ ക്ഷീണം തോന്നും. മുഴുവൻ ദിവസവും ഈ അവശത ഫീൽ ചെയ്യും. പിന്നൊന്നാണ് ബ്രസ്റ്റിലുണ്ടാവുന്ന മാറ്റങ്ങൾ. ബ്രസ്റ്റൊക്കെ നീര് വെച്ചതുപോലെ ടെൻഡറായിട്ടൊക്കെ തോന്നും. ബ്രസ്റ്റിലെ വെയിൻസ് ഒക്കെ വിസിബിൾ ആവാൻ തുടങ്ങും. നിപ്പിൾസിൻ്റെ കളറൊക്കെ ഡാർക്കർ ആവാൻ തുടങ്ങും. ഇനി അടുത്തത് മോർണിംഗ് സിക്നസ്, നോസിയ, അതായത് വൊമിറ്റ് ചെയ്യാൻ തോന്നുന്ന അവസ്ഥ, മനം പുരട്ടൽ എന്നൊക്കെ ചില നാട്ടിലൊക്കെ പറയും, ആ ഒരവസ്ഥ. എന്നാൽ ഇത് രാവിലെ മാത്രം ആയിരിക്കണമെന്നില്ല. എപ്പോൾ വേണമെങ്കിലും, ഒരു ദിവസത്തിൽ എപ്പോൾ വേണമെങ്കിലും ഫീൽ ചെയ്യാം. പിന്നെ അടുത്തതാണ് ചില മണങ്ങളോടുള്ള അസ്വസ്ഥത. നമ്മുടെ സെൻസ് ഓഫ് സ്മെൽ വളരെ സെൻസിറ്റീവ് ആവുന്നു. ഈസ്ട്രജൻ എന്ന ഹോർമോണാണ് ഇതിന് കാരണം. ചില പ്രത്യേക സ്മെല്ല് നമുക്ക് തീരെ പറ്റാതാവും, നോസിയ തോന്നും. അത് കുക്ക് ചെയ്യുന്ന സ്മെല്ലാവാം, പുകയുടെ സ്മെല്ലൊക്കെ അതിന് ഉദാഹരണമാണ്. ഇനി വേറൊരു സിംറ്റമാണ് മൂഡ് സ്വിങ്സ്. കരച്ചിൽ, ഫ്രസ്ട്രേഷൻ, ദേഷ്യം എല്ലാം മാറി മാറി വരുന്നു. PMSൽ ഉണ്ടാവുന്നത് പോലെ തന്നെയാണ്, പക്ഷെ അതിലും വളരെ സിവിയർ ആയിരിക്കും. കുറച്ചും കൂടി ശക്തമായിട്ടായിരിക്കും പ്രഗ്നൻസിയിൽ ഉണ്ടാവുന്ന മൂഡ് സ്വിങ്സ്. ഇടയ്ക്കിടയ്ക്ക് യൂറിൻ പാസ് ചെയ്യാൻ തോന്നുന്നത് വേറൊരു സിംറ്റമാണ്. അതായത് രാത്രി കിടന്നുറങ്ങുമ്പോൾ പോലും ഇടയ്ക്കിടയ്ക്ക് ഉണർന്ന് യൂറിൻ പാസ് ചെയ്യാൻ പോകേണ്ടി വരുന്ന ഒരവസ്ഥ. ഇത് ബോഡിയിലെ ഫ്ലൂയിഡ് ലെവൽ കൂടുന്നത് കൊണ്ട് സംഭവിക്കുന്നതാണ്. ഇനി വേറൊരു സിംറ്റമാണ് ബ്ലോട്ടിംഗ് അല്ലെങ്കിൽ ഗ്യാസ് ഒക്കെ. അതായത് പ്രൊജസ്ട്രോൺ എന്ന ഹോർമോൺ കാരണം ഡൈജഷൻ വളരെ പതുക്കെയാവുന്നു. ഇതുകൊണ്ട് ബോഡി ഗ്യാസ് ഉണ്ടാവാനുള്ള കാരണമാവുകയും വയറ് വീർക്കാനും കാരണമാവുന്നു. പീരീഡ്സ് ആവാനായതുപോലെയുള്ളൊരു ഫീൽ വരും. പക്ഷേ ഇത് പ്രഗ്നൻസിയുടെ ഏർലി സിംറ്റംസിൽ ഒന്നാണ്. ഇനി അടുത്തൊരു സിംറ്റമാണ് ഫുഡ് അവേർഷൻ, ക്രേവിങ്സ് ഒക്കെ. മുമ്പ് ഇഷ്ടമായിരുന്ന പല ഭക്ഷണങ്ങളും നമുക്ക് ഒട്ടും ഇഷ്ടമില്ലാതാവും. ചില സ്മെല്ലുകളൊക്കെ തീരെ പറ്റാണ്ടാവും. അതേസമയം നേരെ തിരിച്ച് ഇഷ്ടമില്ലാതിരുന്ന ചില ഭക്ഷണങ്ങളോട് വല്ലാത്തൊരു താല്പര്യം തോന്നും. ഈ സമയത്ത് അത് കഴിക്കാനൊക്കെ താല്പര്യം തോന്നും. പിന്നെ ഇത് കുറച്ച് റെയർ ആയിട്ടുള്ളൊരു സിംറ്റമാണ്. എല്ലാവർക്കും ഇത് ഉണ്ടാവണമെന്നില്ല. ചിലവരുടെ നാവിലൊരു മെറ്റലിൻ്റെ ടേസ്റ്റ് തോന്നും, മെറ്റാലിക് ടേസ്റ്റ് ഫീൽ ചെയ്യും. വാ വല്ലാതെ ഡ്രൈ മൗത്ത് ഉണ്ടാവുന്നു.
പിന്നെ വജൈനൽ ഡിസ്ചാർജ് നോർമലായിട്ട് വരുന്ന ഡിസ്ചാർജിനേക്കാളും കളറിലും, തിക്നെസ്സിലും, അളവിലുമൊക്കെ വ്യത്യസ്തതയുണ്ട്. അപ്പം ഇതൊക്കെയാണ് ശരീരം നേരത്തെ കാണിച്ചു തരുന്ന ലക്ഷണങ്ങൾ പീരീഡ്സ് മിസ്സാവുന്നതിന് മുമ്പ്. ഈ സമയത്ത് ടെസ്റ്റ് ചെയ്താൽ റിസൾട്ട് നെഗറ്റീവായേ കാണിക്കുകയുള്ളൂ. അതുകൊണ്ട് പീരീഡ്സ് ഡേറ്റ് ആവുന്നത് വരെ വെയിറ്റ് ചെയ്യണം. പീരീഡ്സ് ഡേറ്റ് ആയിട്ടും പീരീഡ്സ് ആവുന്നില്ല, പീരീഡ്സ് മിസ്സായി എന്ന് മനസ്സിലായതിന് ശേഷം വേണം പ്രഗ്നൻസി ടെസ്റ്റ് കിറ്റ് വെച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ. ഇത് ഫാർമസികളിൽ അവൈലബിൾ ആണ്. പോസിറ്റീവ് റിസൾട്ട് കാണിച്ചാൽ നിങ്ങൾക്ക് ഒരു ഗൈനക്കോളജിസ്റ്റിൻ്റെ അപ്പോയിൻമെൻ്റ് എടുത്ത് പ്രഗ്നൻസി കൺഫേം ചെയ്യാവുന്നതാണ്. എല്ലാവരുടെയും ജേർണി ഡിഫറെൻ്റ് ആണ് എന്ന് മറക്കാതിരിക്കുക. അതാണ് ഇമ്പോർട്ടൻറ്റ്. നിങ്ങളുടെ ആദ്യത്തെ ബേബി ആണെങ്കിലും 5ാമത്തെ ബേബി ആണെങ്കിലും ഓരോ തവണത്തെയും അനുഭവം വ്യത്യസ്തമായിരിക്കും. അപ്പം അത്രയേ ഉള്ളൂ ഇന്നത്തെ ടോപ്പിക്. വീഡിയോ ഹെൽപ്ഫുൾ ആയി തോന്നിയാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ നിങ്ങൾക്കുണ്ടായിട്ടുള്ള ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്ന് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഇത് കാണുന്ന മറ്റുള്ളവർക്ക് അത് ഹെൽപ്ഫുൾ ആയിരിക്കും. നിങ്ങളുടെ സ്റ്റോറീസ് അറിയാൻ എനിക്കും താല്പര്യമുണ്ട്. അപ്പം താങ്ക് യു സോ മച്ച്. വേറൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം.